പലരുടെയും ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് തീവണ്ടി യാത്ര. തിരക്കിട്ട നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്കും വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്കും അങ്ങനെ പല ലക്ഷ്യത്തിലേക്കും ആളുകളെ എത്തിക്കുന്ന ഈ യാത്രാമാർഗം നമ്മളെല്ലാവർക്കും സുരക്ഷിതമാണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഈ സുരക്ഷിതമായ യാത്രയ്ക്ക് ചിലപ്പോഴൊക്കെ കോട്ടം തട്ടാറുണ്ട്. പ്രത്യേകിച്ചും ട്രെയിനുകളിൽ നമ്മൾ നേരിടുന്ന ചില മോശം അനുഭവങ്ങൾ. കുറച്ചു നാളുകളായി പല ട്രെയിനുകളിലും കാണുന്ന ഒരു ദൃശ്യമാണ് പണത്തിന് വേണ്ടി അതിക്രമം കാണിക്കുന്ന ഒരു കൂട്ടം ആളുകളുടേത്. ഇവർക്ക് പലപ്പോഴും ട്രാൻസ്ജെൻഡറുകളുടെ രൂപമാണ്. ഭിക്ഷാടനം എന്നതിലുപരി ഭീഷണിപ്പെടുത്തി പണം പിടുങ്ങുന്ന രീതിയിലേക്ക് ഇത് മാറുമ്പോൾ സാധാരണ യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടിലാകുന്നു. ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റുകളിൽ ഇവരുടെ വരവ് പലപ്പോഴും ഭീതിയോടെയാണ് യാത്രക്കാർ കാണുന്നത്. കയ്യിൽ താളമിടാൻ ചെറിയൊരു ഉപകരണവുമായി അലറി വിളിച്ച് അല്ലെങ്കിൽ ചിലപ്പോൾ അശ്ലീല വാക്കുകൾ ഉപയോഗിച്ച് പണം ചോദിക്കുന്ന ഇവരെ ഭയന്ന് പലരും പെട്ടെന്ന് പണമെടുത്ത് നൽകി തടിയൂരാൻ ശ്രമിക്കാറുണ്ട്. പണം കൊടുക്കാത്തവരെ ശല്യം ചെയ്യുകയും ചിലപ്പോൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് സാധാരണമായിരിക്കുന്നു. ഇവിടെ ഒരു പ്രധാന ചോദ്യം ഉയരുന്നു: യഥാർത്ഥത്തിൽ ഇവർ ആരാണ്? ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട എല്ലാവരുമല്ല ഈ അതിക്രമങ്ങൾ കാണിക്കുന്നത്. സമൂഹത്തിൽ വലിയ അവഗണനയും പാർശ്വവൽക്കരണവും നേരിടുന്ന ഒരു വിഭാഗമാണ് ട്രാൻസ്ജെൻഡറുകൾ. ഭൂരിപക്ഷം പേരും കഷ്ടപ്പാടുകൾക്കിടയിലും അന്തസ്സോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഈ അവസരം മുതലെടുത്ത് ചില ക്രിമിനൽ സംഘങ്ങൾ ട്രാൻസ്ജെൻഡറുകളുടെ വേഷം ധരിച്ച് ട്രെയിനുകളിൽ ഇറങ്ങുന്നുണ്ടോ? അതോ ദാരിദ്ര്യവും അതിജീവനവും ഇവരെ ഈ വഴിക്ക് എത്തിക്കുന്നതാണോ? ഇങ്ങനെയുള്ള സംഭവങ്ങൾ യഥാർത്ഥ ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വലിയ ദോഷം ചെയ്യുന്നു. അവരെക്കുറിച്ച് സമൂഹം വെച്ചു പുലർത്തുന്ന തെറ്റിദ്ധാരണകൾക്ക് ഇത് ആക്കം കൂട്ടുന്നു. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം അത്യാവശ്യമാണ്. പോലീസ്, റെയിൽവേ അധികാരികൾ എന്നിവർ ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകണം. യാത്രയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഈ വിഷയത്തിന്റെ മൂലകാരണങ്ങൾ കണ്ടെത്താനും അതിനെ നേരിടാനും ശ്രമങ്ങൾ ഉണ്ടാകണം. ട്രെയിനുകൾ സുരക്ഷിതമായിരിക്കണം. എല്ലാ യാത്രക്കാർക്കും ഭയമില്ലാതെ യാത്ര ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ്. ട്രെയിനുകളിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക.